നമസ്കാരം. വർഷങ്ങളോളമായി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന SNC ലാവ്ലിൻ കേസ് മുഖ്യമന്ത്രി വീണ്ടും തലയൂരുകയാണ്. കേസ് ഇന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. രാജ്യചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ തീരുമാനങ്ങൾ. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും കേസ് പരിഗണിക്കാൻ കോടതിക്ക് സമയം ലഭിച്ചില്ല. വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കേസ് വർഷങ്ങളോളമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. കേസ് പരിഗണിക്കാൻ സമയമില്ലെന്ന നിസ്സാരമായ മറുപടി പോലും ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നത് തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നുവെച്ചാൽ പിണറായി ഭരണം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നേയില്ല എന്ന് ചുരുക്കം. കേസ് ഏകദേശം 39ഓളം തവണയാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നത് ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരെയുള്ള കേസായതിനാലാണോ ഇത്തരത്തിൽ കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ഇതിന് പിന്നാലെ ഇപ്പോൾ പലതവണയായി ഉയരുകയാണ്. കേസ് പലതവണ തള്ളി നീക്കി. ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് വിധി പറയാവുന്ന കേസായിട്ട് പോലും 6 വർഷത്തോളം പിന്നിടുകയാണ് കേസ്. എന്തായാലും ഇത് ഒരു നടക്കി നടപ്പാകുന്ന കേസല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതായത് പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രി ആയതിനാൽ കേസ് തള്ളുന്നു എന്ന സംശയം ശക്തമാകുന്നു. 1995 ഓഗസ്റ്റ് 10 ഇടുക്കി ജില്ലയിൽ പള്ളിവാസൽ ചെക്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നവീകരണത്തിനായി കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി വൈദ്യുതി വകുപ്പ് കരാറിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട കേസാണിത്. 374 കോടിയുടെ പദ്ധതി നവീകരണത്തിൽ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ കേസ്. ഇതിന്റെ റിപ്പോർട്ട് 2025 ജൂലൈ 13 CAG നൽകിയിരുന്നു. ആകെ 9 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. വൈദ്യുതി വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ K മോഹനചന്ദ്രൻ, മുൻ അക്കൗണ്ട്സ് മെമ്പർ KG രാജശേഖരൻ നായർ, KCB മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ M കസ്തൂരിരംഗ അയ്യർ, മുൻ ബോർഡ് ചെയർമാൻ PA സിദ്ധാർത്ഥ മേനോൻ, SNC ലാവ്ലിൻ കമ്പനി തുടങ്ങിയവരായിരുന്നു ഇതിലെ പ്രധാന പ്രതികൾ. 2001 ജൂണിലാണ് PSP പദ്ധതി അഴിമതിയുണ്ടെന്ന ആരോപണം ആദ്യമായി ഉയർത്തുന്നത്. എന്തായാലും കേസ് എപ്പോഴത്തേതും പോലെ തന്നെ ഇത്തവണയും മാറ്റിവെച്ചിരിക്കുകയാണ്. വൈദ്യുതി മന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം ഇനി തുടരുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. ഏകദേശം ഭരണം അവസാനിക്കാറായിട്ട് പോലും കേസ് എങ്ങും എത്തിയിട്ടില്ല. കേസിൽ ഇന്ന് അന്തിമവാദം കേൾക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിൽ പോലും കേസ് അത് പരിഗണിക്കാനുള്ള സമയം ലഭിക്കാത്തതിന്റെ പേരിൽ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസ് KV വിശ്വനാഥും ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട്. സുപ്രീം കോടതിയിൽ 39ഓളം തവണയാണ് ലാവ്ലിൻ കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും കേസ് പരിഗണിച്ചില്ല. കേസ് ഓരോ തവണയും മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുഖ്യമന്ത്രി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിവിധ ഘട്ടങ്ങളിൽ CBI തന്നെ ആവശ്യപ്പെട്ടതിന്റെ പേരിലും കേസ് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ഫെബ്രുവരി 6 ഇതിനു മുമ്പ് ലാവ്ലിൻ കേസ് ഏറ്റവും ഒടുവിൽ പരിഗണിച്ചത്. വിചാരണ നേരിടണമെന്ന് കോടതി വിധി വൈദ്യുത ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ KG ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ എല്ലാം ഇളവ് തേടിയുള്ള ഹർജിയും ഇതിനോടൊപ്പം കോടതി പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ലാവ്ലിൻ കേസിൽ ഇനി അത്ര പെട്ടെന്നൊന്നും കുരുക്കുമുറുകില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. കാരണം ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്ര പ്രാവശ്യം ഒരു കേസ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. കേസ് ഒന്ന് പരിഗണിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ല എന്നത് ഈ കേസിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനാണോ എന്ന സംശയം ശക്തമാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്.